4-5 അല്ലെ ഏകദേശം 10 വർഷമായിട്ട് എൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ മുടി ഇല്ലാത്തത് ഒരു കോൺഫിഡൻസിന് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 4-5 വർഷമായി റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇതിനെപ്പറ്റി എങ്ങനെയാണ്. ഒരുപാട് ആളുകളിലേക്ക് ചോദിച്ചു. റിസർച്ചിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ലാഡൻസിറ്റ എന്ന ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ എത്തിയത്. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. എറണാകുളത്ത് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ശരിയായില്ല എന്നൊക്കെ. നമ്മുടെ എല്ലാ ഡൗട്ടുകൾക്കും അവർ കൃത്യമായ മറുപടി തന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ ഉള്ള മുഴുവൻ പേടിയും പോയി. അല്ലാതെ നോർമൽ ഒരു സർജറി പോലെ ഫുള്ളി സൈലൻ്റ് ആയിട്ടുള്ള റൂമല്ലായിരുന്നു. സർജറി വരയ്ക്കും ഇതെല്ലാം 100% ഐ ആം ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ്. എൻ്റെ പേര് വിഷ്ണു, സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 4-5 അല്ലെ ഏകദേശം 10 വർഷമായിട്ട് എൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത്. പല വേദികളിലും അല്ലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് ഈ മുടി ഇല്ലാത്തത് ഒരു കോൺഫിഡൻസിന് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നു മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു വലിയൊരു സർജറി പോലെ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു, അല്ലെങ്കിൽ കുറേ ഭയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു 4-5 വർഷമായി റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇതിനെപ്പറ്റി എങ്ങനെയാണ്. ഒരുപാട് ആളുകളിലേക്ക് ചോദിച്ചു. അങ്ങനെ ഒരുപാട് വീഡിയോകളും അതുപോലെ റിസർച്ചിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ലാഡൻസിറ്റ എന്ന ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ എത്തിയത്. സ്പെഷ്യലി പറയുവാണെങ്കിൽ സഫാരി ഹെയർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞൊരു ചാനൽ, അതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമാ നടന്മാർ, അവരുടെയൊക്കെ ഫുൾ വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊരു വലിയ സർജറി അല്ല, സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഉള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഈ ലാഡൻസിലേക്ക് എത്തിപ്പെട്ടത്. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ തന്നെ 2 ടീം ഓഫ് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റി. എസ്പെഷ്യലി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം റീസെൻ്റ്ലി ആണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. ഒരു എറണാകുളത്ത് തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ശരിയായില്ല എന്നൊക്കെ. അതൊക്കെ കണ്ട് വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് പേടിച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതിന് ശേഷം ആഫ്റ്റർ എഫക്ട്സ്, കാരണം അവർ പറയുന്നത് ഇപ്പോൾ ഒരു ഹെൽത്തി ബോഡിയാണ്, ഇനി എന്തെങ്കിലും ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊക്കെ. അങ്ങനെ എൻ്റെ വൈഫിനെയും കൂട്ടി തന്നെയാണ് ഡോക്ടറിനെ കാണാൻ വന്നത്. അപ്പോൾ A to Z ഒരുപാട് ചെറിയ നമുക്കല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഡൗട്ടാണോ എന്ന് തന്നെ തോന്നും. പക്ഷേ ഡോക്ടേഴ്സ് അതെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് എന്താണ് പ്രശ്നങ്ങൾ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡൗട്ടുകൾക്കും അവർ കൃത്യമായ മറുപടി തന്നു. ആ ഒരു മറുപടി തന്നപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയിൽ ഏകദേശം ഒരു 50% ഓക്കെ ആയി. അതിനുശേഷം പിന്നെ വന്നു, ഇന്ന് തന്നെ സർജറി എന്നെ 2 തവണ എനിക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ പല പേഴ്സണൽ റീസൺസ് കൊണ്ട്. അങ്ങനെ 3ാമത്തെ ഡേറ്റ് ആണ് ഞാൻ ഇന്ന് എടുത്തത്. ഇവിടെ വന്നപ്പോഴും ഞാൻ 1ാമത്തെ ദിവസം എങ്ങനെ വന്നു അതേപോലെ തന്നെ ഡോക്ടേഴ്സ് വീണ്ടും എനിക്കൊരു പ്രസൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൽ ആരൊക്കെ വരും, എങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് അതെങ്ങനെ പറഞ്ഞിരുന്നു അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളുമില്ല. കാരണം നമ്മൾ പല ഇതിലും അഡ്വർടൈസ്മെൻറ്റിൽ ഒന്ന് കാണിക്കും, ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും. പക്ഷേ ഇത് കൃത്യമായി ആണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ തന്നപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ പ്ലക്ക് ചെയ്യാൻ നേരത്തും ആദ്യം ഒരു പെയിൻ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പെയിൻ എടുക്കുന്നു. അപ്പോൾ തന്നെ അവർ അതിനുള്ള ഒരു റെമഡി ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഉറങ്ങി. ഞാൻ അറിഞ്ഞില്ല എന്താ സംഭവിക്കുന്നതെന്ന് പോലും. പിന്നീട് അവർ ഓരോ കാര്യങ്ങളും, സാർ ഇത് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കൃത്യമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ ഉള്ള മുഴുവൻ പേടിയും പോയി. കാരണം അവരിടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്. അല്ലാതെ നോർമൽ ഒരു സർജറി പോലെ ഫുള്ളി സൈലൻ്റ് ആയിട്ടുള്ള റൂമല്ലായിരുന്നു. എസ്പെഷ്യലി ഡോക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. കൃത്യമായിട്ട് കാര്യങ്ങളും, അല്ലെങ്കിൽ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിനും വെള്ളമാണെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനും പറ്റി. ഏതൊരാൾക്കും ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്, സർജറി വരയ്ക്കും ഇതെല്ലാം 100% ഐ ആം ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ്. ഇനിയുള്ളത് റിസൾട്ടിന് വേണ്ടിയാണ്. അതപ്പോൾ ഇവർ പറയുന്നത് ഒരു 6 to 8 months ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 6 to 8 months വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ടിന് ശേഷം ബാക്കി പറയാം. താങ്ക് യു.